+2 റിസൾട്ട് വന്നതിന് ശേഷം അവരുടെ സ്വഭാവം മാറും. സത്യം പറയാലോ, ബ്രോ ഞാൻ ഈ കോളേജ് ജോയിൻ ചെയ്തു, ബ്രോ ഞാൻ അവിടെ പോവാണ്, ബ്രോ ഞാൻ അവിടെ പോവാണ്, നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്ന് ആരും എന്തൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല റിഗ്രറ്റ് അടിക്കേണ്ടത് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ പറയാൻ കാരണം ഒന്നുമല്ല ഗൈസ്, ഇപ്പോൾ എനിക്ക് ടൈം മെഷീൻ കിട്ടി വിചാരിച്ചോ. എന്നോട് 2 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ +1 +2 കാലഘട്ടത്തിലുള്ള എൻ്റെ പാസ്റ്റ് സെൽഫ് അനലൈസ് കൊണ്ട് ഒരു 7 കാര്യം പറയണം. ആ 7 കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ് ഗൈസ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഒന്നാമത്തെ, സ്റ്റാർട്ട് സ്റ്റഡിങ് ഏർലി. ഗൈസ്, ഞാൻ എല്ലാവർക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയാം, നിങ്ങളുടെ ടീച്ചേഴ്സോ ഇല്ലെങ്കിൽ പാരൻസോ ആയിരിക്കും, ആദ്യം മുതൽ പടി, ഒരു ടൈം ടേബിൾ വെച്ച് പടി, ഇന്നലെ കിട്ടുള്ളൂ, ഇന്നലെ ഫുൾ A+ കിട്ടുള്ളൂ, ഇന്നലെ 5 A+ കിട്ടുള്ളൂ, ഇന്നലെ 90% കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ. ബട്ട് ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. ലാസ്റ്റ് ടൈം പഠിച്ചത് എന്താണ്, ഫുൾ A+ കിട്ടില്ലേ, അത് പോസിബിൾ അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ച്. ലാസ്റ്റ് ടൈം പഠിച്ചാൽ കിട്ടും, നല്ല നിങ്ങൾ ഫോക്കസും, അത് കുറച്ച് സ്ട്രെസ്സാണ്. ഞാൻ തന്നെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, CS എക്സാമില്ല, കമ്പ്യൂട്ടർ സയൻസ് എക്സാമിൻ്റെ ബോർഡ് എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്നത്. അത് അങ്ങനെയല്ലായിരുന്നു സംഭവം. ഞാൻ മോഡൽ എക്സാമിന് കുറച്ച് പഠിച്ച കാരണം തലേ ദിവസം ഞാൻ സത്യം പറയാൻ നല്ല സ്ട്രെസ് എടുത്തിട്ടാണ് പഠിച്ച്. സോ ഒരിക്കലും പോസിബിൾ അല്ല എന്നല്ല, ബട്ട് ഇറ്റ്സ് ടു റിസ്കി ആൻഡ് കുറച്ച് സ്ട്രെസ്സുള്ള കാര്യമാണ്, സ്മൂത്തായിട്ട് പോവില്ല. സോ ആദ്യം തന്നെ കുറച്ച് നോർമലായിട്ട് ഡെയിലി പഠിക്കണം പറയില്ല, വീക്ക്ലി നമ്മൾ പഠിച്ച റിവിഷൻ എങ്കിലും ചെയ്യണം. ഇല്ലാതിരുന്നാൽ A+ കിട്ടും, നല്ല മാർക്ക് കിട്ടുകയൊക്കെ ചെയ്യും, ബട്ട് അവസാനം ചിലപ്പോൾ കൊളാപ്സ് ആവും. ട്രസ്റ്റ് മീ ബ്രോ, ഇറ്റ്സ് റിസ്കി. യെസ്, പറയാനുള്ളൂ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ആദ്യത്തെ മാസങ്ങൾ ചിലപ്പോൾ നല്ല പഠിച്ചിട്ട് അവസാനം ബ്രോ പഠിക്കാതിരിക്കുക, അങ്ങനെയല്ല. ഒരു ബ്രേക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിക്കൂ. പിന്നെ അവസാനം നല്ല പഠിച്ചിട്ട് A+ മേടിക്കുന്ന കുട്ടികളെ എനിക്കറിയാം, ബട്ട് A+ കിട്ടാതിരിക്കുന്ന കുട്ടികളെ അറിയാം. ഇപ്പോൾ 10th എൻ്റെ ക്ലാസ്സിൽ ഒരു 40 കുട്ടികൾ എങ്കിലും ഫുൾ A+ ഇല്ലെങ്കിൽ 9 A+ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് എൻ്റെ ക്ലാസ്സിൽ. സോ അവർക്ക് +1 +2 അതേപോലെ ഫുൾ A+ ഉണ്ടാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അതൊരു മിത്താണ്. ഇപ്പോൾ 10th ഫുൾ A+ ആണ്, ഇപ്പോൾ +1 ഫുൾ A+ ആണ്, നല്ല മാർക്കുണ്ട്. അത് +2 അതേ മാർക്ക് ഒരിക്കലും കിട്ടില്ല. +1 പഠിച്ചാൽ +1 കിട്ടും, +2 പഠിച്ചാൽ +2 കിട്ടും. ഇതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ആൻസർ. പിന്നെ എൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ഞാനും അവസാന നേരം പഠിക്കുള്ളൂ. സത്യം പറയല്ലോ, നേരെ റിവിഷനല്ല, ചെറുതായിട്ട് ഇപ്പോൾ റിഗ്രറ്റ് അടിക്കണ്ടേ. എന്നാലും അവസാന സമയം കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യൂസ്ഫുൾ. പിന്നെ രണ്ടാമത്തെ, ചൂസ് യുവർ ഫ്രണ്ട് വൈസ്ലി. ഇപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ 10th വരെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, 10th ശേഷം +1 പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാവണമെന്നില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 8th മുതൽ ഉള്ള ഫ്രണ്ട്സ് ആവാം. പിന്നെ നിങ്ങൾ പുതിയ സ്കൂളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പഴയ ഫ്രണ്ട് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. സോ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, അതിൽ നിങ്ങൾ ഒരു ടോപ്പ് 3 or 4 സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുക. അവരുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ മൈൻഡ് സെറ്റും സെയിം ആവണം. പിന്നെ അവർ ബാഡ് ഹാബിറ്റ് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യണം. ഞാൻ അങ്ങനെ ക്വാളിറ്റീസ് പറയുന്നതൊന്നുമല്ല ഗൈസ്. ഈ +1 +2 കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് മേ ബി ഉണ്ടാവട്ടെ, നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവണം. സോ അങ്ങനെയുള്ള ക്വാളിറ്റീസും പിന്നെ ലോയലായ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കൂ. നമ്മൾ പറയാൻ കാരണം, ഈ 2 ഫ്രണ്ട്സ് ഉള്ളൂ, ഇല്ലെങ്കിൽ ക്ലാസ്സിലൊരു 3 ഫ്രണ്ടിന് തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. എല്ലാവരും ഫ്രണ്ട്സാണ് ക്ലാസ്സിൽ, ബട്ട് അതിലൊരു ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 1 കുട്ടി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. ഇപ്പോൾ വേറെ ആരും വേണ്ട, അവരെ ഉണ്ടായാൽ മതി, സൂപ്പർ ആയിരിക്കും. പിന്നെ ഈ ടോപ്പ് 3 എന്ന് പറഞ്ഞില്ലേ, ഈ ടോപ്പ് 3 ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടോപ്പ് 4 ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരെ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യണം, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യണം, അങ്ങനെ പറയുന്നില്ല. എനിക്കിത് എക്സ്പീരിയൻസ് ആയിട്ട്. ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, ബ്രോ നമുക്ക് സെയിം കോളേജിൽ പോവാം, നമുക്ക് സെയിം ഡിഗ്രി എടുക്കുക, നമുക്ക് സെയിം എന്താ പറയുക സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുക, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം 1 കൊല്ലം ഡ്രോപ്പ് എടുത്തിട്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യം പറയും. +2 റിസൾട്ട് വന്നതിന് ശേഷം അവരുടെ സ്വഭാവം മാറും. സത്യം പറയാലോ, ബ്രോ ഞാൻ ഈ കോളേജ് ജോയിൻ ചെയ്തു, ബ്രോ ഞാൻ ഇവിടെ പോവാണ്, ബ്രോ ഞാൻ അവിടെ പോവാണ്, നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. അതെനിക്ക് ചെറുതായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷയം തെന്നിമാറി പോവാണ് ഗൈസ്. ഓക്കെ, മനസ്സിലായല്ലോ. ചൂസ് യുവർ ഫ്രണ്ട് വൈസ്ലി. ഇനി അടുത്ത് മൂന്നാമത്തെ, ഹാവ് എ ക്ലിയർ കട്ട് ഗോൾ വാട്ട് യു ഡു ആഫ്റ്റർ +2. ഇപ്പോൾ നിങ്ങൾ ചിലവർ, ബ്രോ ഞാൻ ഇപ്പോൾ 10th കഴിഞ്ഞ് +1 പോയുള്ളൂ, ബ്രോ +2 ആദ്യ മാസമാണ് ജൂണ്, ഇന്ന്
പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിട്ട് പോരെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ ഇപ്പോൾ മിക്കവരുടെ മനസ്സിൽ ഇതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ റിപ്ലൈ അപ്പോൾ പറയുന്നത്. കാരണം അല്ല ബ്രോ, ട്രസ്റ്റ് മീ. ഇപ്പോൾ നമുക്കൊരു പ്ലാൻ ഇല്ല വിചാരിച്ചോ, നമ്മളിപ്പോൾ പ്ലസ് 1 പഠിക്കുന്നു, മാർക്ക് മേടിക്കുന്നു, പ്ലസ് 2 പോകുന്നു, പ്ലസ് 2 മാർക്ക് മേടിക്കുന്നു, പ്ലസ് 2 റിസൾട്ടിന് ശേഷം ഒരു വീക്ക് റിലാക്സ് അടിക്കുന്നു, അതിന് ശേഷം എന്താ പ്ലാൻ നോക്കുന്നു ബ്രോ. അവസാനം നല്ല സ്ട്രെസ്സാണ് സത്യം പറയലോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്ലസ് 2 സീനിയർ ഉണ്ട്. അവనికి ഏകദേശം 4-3 A+ ഉണ്ട്, അല്ല 4-5 A+ ഉണ്ട് ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് വെച്ചു, ബ്രോ എന്താണ് അടുത്ത പ്ലാന്, നല്ല മാർക്കൊക്കെ ഇല്ലേ, അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ബ്രോ എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് ഒന്നും അറിയില്ല, ഞാൻ നോക്കണം പറഞ്ഞ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതിന് ശേഷം നമ്മുടെ പ്ലസ് 2 റിസൾട്ട് വന്നപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് മാർക്ക്, കുഴപ്പമില്ലല്ലോ, അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ കോയമ്പത്തൂരിലുള്ള ഏതോ കോളേജിൽ BTech ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവനെ വിളിച്ചിട്ട് പറയുന്നത്, ബ്രോ ഞാൻ ഒരു പ്ലാൻ ഇല്ലാണ്ട് പോയത് അബദ്ധമായിപ്പോയി, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. ഇപ്പോൾ അത് അങ്ങനെയല്ല, BTech മാറി, പിന്നെ ഇവിടുത്തെ കോളേജൊന്നും ശരിയില്ല, ഔട്ട്ഡേറ്റഡ് സിലബസാണ് പഠിപ്പിക്കുന്നത്, പിന്നെ പ്രൊഫസേഴ്സൊന്നും ശരിയില്ല, പിന്നെ കരിക്കുലം ശരിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവൻ കംപ്ലയിൻറ്റ് എൻ്റെ അടുത്ത് പറയുന്നു. സോ ഇപ്പോൾ ഗായ്സ്, നിങ്ങൾ പ്ലസ് 1 പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ പ്ലസ് 2 സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചോ, റിസർച്ച് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിൽ പ്ലാൻ വെക്കൂ. നിങ്ങൾ എന്താവണം, എൻജിനീയറിങ്ങോ, ഡോക്ടറോ, നേഴ്സോ, പിന്നെ മറ്റേത് ഫീൽഡാണെങ്കിലും ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം. ഇങ്ങനെ ആവാം, അല്ല അങ്ങനൊരു പ്ലാൻ ഉണ്ട്, ഇതിനെ ചെയ്യണം, അങ്ങനെയൊക്കെ. ഇറ്റ്സ് വെരി യൂസ്ഫുൾ, വിചാരിക്കും പോലെയല്ല. സോ ഹാവ് എ ക്ലിയർ കട്ട് പ്ലാൻ. പിന്നെ നമ്പർ 4, റിസർച്ച് അബൌട്ട് ബെസ്റ്റ് കോഴ്സ്, കോളേജ് ആൻഡ് സ്കോളർഷിപ്പ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് എൻജിനീയറിംഗ് ആണ് വിചാരിച്ചോളൂ. എൻജിനീയറിംഗ് പറ്റിയ ബെസ്റ്റ് കോളേജ് എവിടെയാണ്? പിന്നെ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ വേറെ വല്ല സ്കോളർഷിപ്സ് ഉണ്ടാകുമോ? പിന്നെ സ്കോളർഷിപ്പിൽ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, ചില കൺട്രീസ് ഉണ്ട്, ലൈക്ക് ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്ലാൻഡ്, ജർമ്മൻ, ഓസ്ട്രിയ, ലക്സംബർഗ്, അങ്ങനെ ചില കൺട്രീസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായ ആ സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ. ആ സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീ കൊടുക്കേണ്ട, ഫുഡ് എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ് എല്ലാം കവർ ചെയ്യും. ആ ഗവൺമെൻറ് സ്കോളർഷിപ്പിന് അർഹതയുള്ള സ്റ്റുഡൻസിന് കൊടുക്കും. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വരൂ, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള എമൗണ്ടും തരാൻ പറഞ്ഞ് ചില കൺട്രീസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യും. സോ അതൊരു വളരെ വലിയ ഗുണം തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പ്ലസ് 1, പ്ലസ് 2 സ്കൂൾ ഡേയ്സിൽ റിസർച്ച് ചെയ്യൂ. പിന്നെ നമ്പർ 5, ലേൺ എ ബെസ്റ്റ് സ്കിൽ. യെസ് ഗൈസ്, ഈ പ്ലസ് 1, പ്ലസ് 2 കാലഘട്ടത്തിൽ മേ ബി നിങ്ങൾക്ക് കുറേ സമയം കിട്ടാമായിരിക്കാം. ബെസ്റ്റ് സ്കിൽസ് ഞാൻ പറയുന്നത് എഡിറ്റിംഗ് ആവാം, കോഡിങ്, പ്രോഗ്രാമിംഗ്, പിന്നെ ആനിമേഷൻ, ഗെയിം ഡെവലപ്മെൻറ്റ്, അതൊക്കെ കുറച്ച് സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണെങ്കിലും അത് വർത്താണ് ബ്രോ, ട്രസ്റ്റ് മീ. ഞാൻ ഇപ്പോൾ പ്ലസ് 1, പ്ലസ് 2 കാലത്തിൽ ഇങ്ങനെയൊന്നും സ്കില്ല് മാസ്റ്റർ ചെയ്തില്ല. ഇപ്പം എനിക്ക് റിഗ്രറ്റ് ഉണ്ട് ഗൈസ്, അതൊന്നും അങ്ങനെയൊന്നും പഠിക്കാത്ത കാരണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നില്ല യൂട്യൂബ്, ഇതൊരു സ്കില്ലാണ്. പിന്നെ സ്പീച്ച്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെ കുറേ സ്കിൽസ് ഉണ്ട്. അതിൽ ഒരു 2-3 നിങ്ങൾ മാസ്റ്റർ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോരോ കൺട്രീസ്, ലൈക്ക് ജപ്പാൻ, സൗത്ത് കൊറിയ, അങ്ങനെയുള്ള കൺട്രീസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഭാഷയായ ജാപ്പനീസും കൊറിയനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോളർഷിപ്പ് അയക്കുന്ന അപ്ലിക്കേഷൻ ഫോമിൽ ഒരു 10-15 പോയിൻ്റ് എക്സ്ട്രാ കിട്ടും. പിന്നെ നിങ്ങൾ അവിടെ പോയി പഠിക്കാൻ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ജർമ്മനി പോയിട്ട് നഴ്സിംഗ് പഠിക്കുകയാണ്. അവൾ പ്ലസ് 1, പ്ലസ് 2 പഠിക്കുമ്പോഴൊന്നും ലാംഗ്വേജൊന്നും പഠിച്ചില്ല. ഈ ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ലാംഗ്വേജിന് വേണ്ടി മാറ്റി വെച്ച് പഠിക്കുകയാണ്. പിന്നെ ജർമ്മനിൽ എന്തോ 30 years ഓഫ് സ്കൂളിംഗ് എന്തോ കാട്ടണം പറഞ്ഞു, അതും ഇതിൽ പെടുക. സോ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഡ്രീംസോ വല്ല ഉണ്ടെങ്കിൽ പ്ലസ് 1 ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലസ് 2 പഠിക്കുക ഗൈസ്. പിന്നെ നമ്പർ 6, പാർട്ടിസിപ്പേറ്റ് ഓൾ കോമ്പറ്റീഷൻസ് ഇൻ യുവർ സ്കൂൾ ഡേയ്സ്. യെസ് ഗൈസ്, പ്ലസ് 1, പ്ലസ് 2 ഈ കാലഘട്ടത്തിൽ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ IT ഫെയർ, സയൻസ് ഫെയർ, മാത്സ് ഫെയർ, ശാസ്ത്രമേള, സോഷ്യൽ മേള, അങ്ങനെയൊക്കെ. അല്ല ഗൈസ്, ഇപ്പോൾ ഞാൻ പറയുന്നത് പ്ലസ് 1, പ്ലസ് 2 ഏത് കോഴ്സ് എടുത്ത് പഠിക്കും കുട്ടിക്കും
അപ്ലൈ ചെയ്യുക കേട്ടോ. അത് പറയാൻ മറന്നു. ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, റണ്ണിങ്, ജമ്പിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, മാക്സിമം ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ NSS, NCC അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും. മേ ബി സ്കൂൾ ഡേയ്സ്, ക്ലാസ് മിസ്സായി, ഇങ്ങനെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെർത്താണോ ബ്രോ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ലെറ്റ് മീ ടെൽ വൺ തിങ് ബ്രോ. ഇപ്പോൾ ഞാൻ ഇത്ര അപ്പോൾ പറഞ്ഞില്ല, സ്കോളർഷിപ്പ്, ജപ്പാൻ, സൗത്ത് കൊറിയ, ആ അപ്ലിക്കേഷൻ ഫോമിലൊക്കെ നിങ്ങൾ അവരുടെ ഫോമിലൊക്കെ ഒരു 80% മാർക്കാണ് ക്രൈറ്റീരിയ ആയിട്ട് വച്ചിരിക്കുന്നത് +2-ൽ. അതിനുശേഷം നിങ്ങൾക്ക് എന്താ കഴിവുള്ളത്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക, നിങ്ങൾ എന്തിലാണ് ബെസ്റ്റ്. ഇപ്പോൾ ഡാൻസിലോ പാട്ടിലോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ഇന്ന് ശാസ്ത്രമേളയാണ്, 2 ദിവസം കഴിഞ്ഞാൽ ഓൺ എക്സാമാണ്, ക്രിസ്മസ് എക്സാമാണ്, യൂണിറ്റ് ടെസ്റ്റാണ്. ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ മാർക്ക് പോയി ഓൺ എക്സാമിന് മാർക്ക് കിട്ടില്ല കാരണം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം അങ്ങനത്തെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. പിന്നെ അതിൽ വിൻ ചെയ്യാൻ നോക്കൂ. അതൊക്കെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ ഫോമിൽ ഒരു ബെസ്റ്റ് പ്രൂഫ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് വെരി ബിഗ്ഗസ്റ്റ് നപ്പ നല്ല റിഗ്രറ്റ് അടിക്കേണ്ടത് പറഞ്ഞു. ഇത് വർത്താണ്, ട്രസ്റ്റ് മീ, വർത്തായിരിക്കും. അത്രയുള്ളൂ ഗൈസ്. കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. പിന്നെ ഗൈസ്, നമ്പർ 7, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻജോയ് യുവർ സ്കൂൾ ലൈഫ്. യെസ് ഗൈസ്, നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും സില്ലിയായി തോന്നാം, ബട്ട് ബ്രോ എൻജോയ് സ്കൂൾ ലൈഫ് അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. ബട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ഒരു 40 പേരിന് 40-45 പേര് സ്റ്റുഡൻസിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള സ്റ്റുഡൻസിന് പേര് അറിയില്ല. 60-65 ഉണ്ടാവും ടോട്ടൽ സ്റ്റുഡൻസ്. സോ അങ്ങനെയുള്ള ചെക്കനായിരുന്നു. പിന്നെ +2-ൽ കുറേ പേരെ മിങ്കിൾ ചെയ്ത്, പിന്നെ എൻജോയ് ഒരു സ്കൂൾ ലൈഫിൽ നിങ്ങളുടെ ടൂറ് മിസ്സാക്കാതിരിക്കൂ. പിന്നെ ചില ഫെസ്റ്റിവൽ ഉണ്ടാവില്ലോ, ആനുവൽ ഡേ, പിന്നെന്താ അങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊക്കെ കാണാൻ പോകൂ. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ മോസ്റ്റ് വാല്യുബിൾ മെമ്മറീസ് ഇൻ യുവർ ലൈഫ് ബ്രോ, ട്രസ്റ്റ് മീ. അതൊക്കെ നല്ല മിസ്സാവും. ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പോയിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങി +2 ലൈഫും പിന്നെ 10th ലൈഫും സൂപ്പറായിരുന്നു. സോ അതൊക്കെയാണ് പറയുന്നത്. ഈ ഒരിക്കലും ടൂറൊന്നും മിസ്സാക്കണ്ട. അതൊക്കെ എന്താ പറയുക, ബെസ്റ്റ് ഫീലിംഗ് ആണ്. ഫ്രണ്ട്സുമാർ കിട്ടാനും എല്ലായിടത്തും മിങ്കിളായിട്ടും സംസാരിച്ചിട്ടും സൂപ്പർ ഫീലിംഗ് ആയിരുന്നു. സോ എൻജോയ് യുവർ സ്കൂൾ ലൈഫ്. പിന്നെ ഒരു മിനിറ്റ്, ഇപ്പോൾ എൻജോയ് യുവർ സ്കൂൾ ലൈഫ് പറഞ്ഞാൽ ഫ്രണ്ട്സുമാരും കൂട്ടിയിട്ട് ക്ലാസ് കട്ടടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാൻ പറ്റില്ല. നിങ്ങൾ അതൊക്കെ വിചാരിക്കും. പഠിക്കേണ്ട കാര്യത്തിൽ പഠിക്കൊക്കെ വേണം, എൻജോയ് ചെയ്യാം, അത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. സോ ഗായ്സ്, വീഡിയോ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.